60 ലക്ഷം കോടി രൂപയിലും അധികം സമ്പത്തുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ എലോൺ മസ്കിനെയും അല്ലെങ്കിൽ 300 ലക്ഷം കോടി രൂപയിലും അധികം സമ്പത്തുള്ള ആപ്പിൾ കമ്പനിയെ വരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇവരെക്കാളൊക്കെ 3 ഇരട്ടിയിലധികം പണം കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1988 ലാരി ഫിങ്കും റോബർട്ട് ക്യാപിറ്റോവും പടുത്തുയർത്തിയ ഒരു വമ്പൻ സാമ്രാജ്യം, പേര് ബ്ലാക്ക് റോക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജറായി മാറിയ കമ്പനി. പുതിയ കണക്കുകൾ അനുസരിച്ച് 2025 ബ്ലാക്ക് റോക്ക് കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 ട്രില്യൺ US അധികമാണ്. ഇന്ത്യൻ വില അനുസരിച്ച് ഏകദേശം 1037 ലക്ഷം കോടി രൂപയിലും അധികം. കേൾക്കുമ്പോൾ സംശയിക്കേണ്ട, 1 ലക്ഷം കോടിയോ 2 ലക്ഷം കോടിയോ ഒന്നുമല്ല, 1037 ലക്ഷം കോടി രൂപയിലും അധികമാണ് 2025 ബ്ലാക്ക് റോക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പണത്തിന്റെ വലുപ്പം എത്രയാണെന്ന് വെച്ചാൽ പല വലിയ രാജ്യങ്ങളുടെ മുഴുവൻ സമ്പത്തിനേക്കാളും 10 മടങ്ങ് ഇരട്ടി വരും ബ്ലാക്ക് റോക്ക് 2025 മാത്രം കൺട്രോൾ ചെയ്യുന്ന പണത്തിന്റെ കണക്ക്. 70 ഓഫീസുകൾ 30 രാജ്യങ്ങളിൽ, 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലയൻസ്, സ്റ്റോക്ക്, ബോൺസ്, റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ആൾട്ടർനേറ്റീവ്സ് എന്നിങ്ങനെയാണ് ബ്ലാക്ക് റോക്കിന്റെ സാമ്രാജ്യം. പല റിപ്പോർട്ടുകളിലും പറയുന്നത് പണത്തിന്റെ ഒഴുക്കുള്ള എല്ലായിടത്തും ബ്ലാക്ക് റോക്ക് തന്റെ കയ്യൊപ്പ് പതിച്ചിട്ടുണ്ട് എന്നാണ്. 2009 നടന്ന ബാർക്ലേസ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അക്വിസിഷൻ ആയിരുന്നു ബ്ലാക്ക് റോക്കിന്റെ തലവരെ തന്നെ മാറ്റിമറിച്ചത്. അവിടെ നിന്നായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ETF പ്ലാറ്റ്ഫോം ഐഷേഴ്സ് എല്ലാം ജനിച്ചത്. 2024 മാത്രം ഏകദേശം $20 ബില്യൺ അധികം റവന്യൂ, ഏകദേശം $6 ബില്യൺ അധികം പ്രോഫിറ്റ് ആയിരുന്നു ബ്ലാക്ക് റോക്ക് അന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പല സമയത്തായിട്ട് ആളുകൾ സംശയിക്കുന്നത് ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് എന്നാണോ എന്നാണ്, അഥവാ ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്നത് ഈ ബ്ലാക്ക് റോക്ക് ആണോ എന്ന് പലരുടെയും സംശയമാണ്. ലോകത്തുള്ള പല രാജ്യങ്ങൾ മാറിയാലും അല്ലെങ്കിൽ പല രാഷ്ട്രീയങ്ങൾ എന്തെല്ലാം ചെയ്താലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ബ്ലാക്ക് റോക്കിന്റെ പ്രത്യേകത. ഇനി ബ്ലാക്ക് റോക്ക് എന്ന ഈ ഒരു വലിയ സാമ്രാജ്യം ലോകത്തെ തന്നെ ഭരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.